Hello guys, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റിയാക്ട് ചെയ്യാൻ പോകുന്നതാണ്. അത് കിടില മൊമെന്റ്സ്. ചില ആൾക്കാരുടെ ജീവിതത്തിൽ നടന്ന കിടുക്കാച്ചി മൊമെന്റ്സ് ഓർ ജീവിതത്തിൽ മരിക്കുന്നത് വരെ മറക്കാത്ത അത്ര കിടില മൊമെന്റ്സ് ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതുവരെ റിയാക്ടിങ് വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ ബാക്കിയുള്ള ഏകദേശം എല്ലാ വീഡിയോ കണ്ടന്റുകളും ഇട്ടിട്ടുണ്ട്. കുക്കിംഗ് അടക്കം ചെയ്തിട്ടുണ്ട് ഗൈസ്. പണ്ടത്തെ വീഡിയോ കാണുന്ന ആൾക്ക് മനസ്സിലാവും. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് റിയാക്ടിങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ, അത് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ പല യൂട്യൂബേഴ്സിന്റെയും പല വീഡിയോസുമായിട്ട് സാമ്യത തോന്നാം. അത് തികച്ചും സാങ്കല്പികമാണെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് സമയം തരും ഗൈസ്. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ കുറച്ച് സമയം, കുറച്ച് സപ്പോർട്ട് തരൂ, നമുക്ക് സെറ്റ് ആക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ എയർപോർട്ട് എല്ലാം വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വീഡിയോ ആണ്. ഇതുപോലത്തെ ചങ്ങായിമാരുണ്ടെങ്കിൽ ശത്രുക്കൾ ഒരാവശ്യമില്ല. ഞാൻ കത്താലും പ്രശ്നം ഇനിയും കൊന്നിട്ടേ നമ്പും. നമ്മള് ജീവിക്കാനാണെങ്കിൽ ഒരുമിച്ചിട്ട് മരിക്കാനാണെങ്കിൽ ഒരുമിച്ച്. അത്രയും ചങ്ക് പടിയോ എന്റെ. നെക്സ്റ്റ് വീഡിയോ. Emotional damage. ഇതൊന്നും പറയാനില്ല. എടോ എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കടാ. ആളാ ബോളിന്റെ അടുത്ത് ചാരിയെന്നോ എന്റെ അവസ്ഥ. മ്യൂസിക്. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആണ്. അത് നോക്ക് ഗൈസ്, ചങ്ങായി ആ സാധനം അതൊരു 10-100 കിലോന്റെ മുകളിൽ വെയിറ്റ് എന്തായാലും ഉണ്ടാവില്ല. ആ സാധനം എടുത്തിട്ട് ആ ജയിച്ചിട്ട് പാപം. പിന്നെ ഇത്ര കാലം വെയിറ്റ് എടുക്കുമ്പോ ഒരു എക്സ്പ്രഷൻ ഇല്ലാണ്ട് നിൽക്കുന്ന കണ്ടാല് ആർക്കാലും ദേഷ്യം തോന്നും. എനിക്കാലും ദേഷ്യം തോന്നും. എനിക്ക് തോന്നുന്ന ഓൻ ആ വെയിറ്റ് എടുക്കുമ്പോ ജഡ്ജി ഓനക്ക് മാർക്ക് കുറച്ചൊരു നേരം കണ്ടിട്ടുണ്ടാവും. ആ ദേഷ്യം തീർത്തിയായിരിക്കും. കറക്റ്റ് നോക്ക്. അതങ്ങനെ തന്നെ ആ സാധനം ജഡ്ജി ഇങ്ങനെ തന്നെ പൊക്കിയിട്ട് ജഡ്ജിന് തലയിലാ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കുന്ന. നെക്സ്റ്റ് വീഡിയോ ഓക്കെ. നൈസ്. ഡാർക്കായി പോയി. എന്തെല്ലോ പൊട്ടി. ഓന്റെ എന്തെല്ലോ പൊട്ടി ഗൈസ്. പൊട്ടുന്ന സൗണ്ട് അവിടെ കേൾക്കുന്നുണ്ട്. പാത്തു ഇന്നോട് ഞാൻ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞിക്ക്. അപ്പൊ നമുക്ക് നേരെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോവാം. സൂപ്പർ ബോയ്, സൂപ്പർമാന്റെ കുഞ്ഞ്. സംഭവം ചങ്ങായി ചെയ്തല്ലേ ശരി തന്നെ. സൂപ്പർമാൻ ആവാനുള്ള നോക്കിയതാ. പിന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ സ്കൂള് എന്താ പറയാ 2 രൂപയ്ക്ക് ബസ്സിന് പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വന്നിട്ടുണ്ടായിരുന്ന തിരക്ക്. ചങ്ങായി ചെയ്ത് ശരിയാ, പക്ഷെ ചെയ്ത സ്ഥലം മാറിപ്പോയി. ബസ് കുറച്ചധികം പഴയതായിപ്പോയി. പൊട്ടി വീണ് എല്ലാം ഒടിയിട്ടുണ്ടാവും. നട്ടലെല്ലാം പൊട്ടിയിട്ടുണ്ടാവും. അത് നോക്കിക്കുന്ന മറ്റോനെ കണ്ട ആടെ നോക്കിക്കുന്ന ഒരു കുഞ്ഞനാ. ഓമെല്ലാം എസ്കേപ്പ് ആയിരുന്നു. പിന്നെ ഓൻ ആ പരിസരത്ത് കണ്ടിട്ടില്ല. ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കറ ഗൈസ്. നടുവിൻ്റെ എന്ത് പൊട്ടിയാ പിന്നെ അനങ്ങാൻ പറ്റില്ല. നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഇതുപോലെ നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ എണീച്ചിക്കാം. എനിക്ക് ഇത്ര ഡാർക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും ഇല്ലെങ്കിലും ചെറിയ സിറ്റുവേഷൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് താഴെ കമന്റ് ചെയ്യും. കമന്റ് ബോക്സിലെ കാലിയാണ് ഗൈസ്. ആ മാഷിനെ ഇത് നോക്കി പേടിച്ചു വെച്ചിട്ടുണ്ടോ. നെക്സ്റ്റ് വീഡിയോ. എന്റെ മോനെ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങള് മാസാ വണ്ടിയിട്ട് വണ്ടിന്ന് തുള്ളി ഇറങ്ങുമ്പോ പാൻറ് വണ്ടി.
ഡാർക്ക് സിറ്റുവേഷൻ. ഇതൊന്നും സിറ്റുവേഷൻ ആർക്കും വരാണ്ടക്കട്ടെ. ഇതിന് ചിരിക്കാൻ പറ്റൂല ഗൈസ്. ഒരാളെ ജീവിതം പോയ സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് ഈ നമ്മൾ ചിരിക്കാൻ പാടില്ല. ഇനി ചിരിച്ചാൽ പഠിച്ചോ നമ്മളോട് ചോദിക്കും. നായി എന്തോ നല്ല സാധനം തിന്നാനുള്ള സാധനം മേടിച്ചിട്ട് കടിച്ചായിരിക്കും. ചങ്ങായിന്റെ എല്ലാം പൊട്ടിട്ടുണ്ടാവും. ബാക്കിയുള്ള പയമാർ ചിരിക്കുന്നു ഗൈസ്. ചങ്ങായി പോയി തീർന്നു. ഓനില്ലേ? ഓനില്ല. നമുക്ക് കട്ട് ചെയ്തോ. ഓക്കെ ആ പെയിൻ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാ. എന്താടോ അവന്റെ അവസ്ഥ? പൊട്ടി പൊട്ടി എല്ലാം പൊട്ടിപ്പോയി. खत्म. बाय बाय, टाटा, गुड बाय, गया. മുട്ട പൊട്ടി. ഇനി ആംപ്ലേറ്റ് ആക്കാൻ പോലും പറ്റൂല ഗൈസ്. ഓക്കെ ആ പെയിൻ ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പൊട്ടി ഗൈസ്, പൊട്ടി പൊട്ടിപ്പോയി. ഇനി അവൻ എന്തിനാണ് ഗൈസ് കൊള്ള? ഇനി അവനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാ? ലാസ്റ്റ് വീഡിയോ ആണ്. ചിരിക്കാൻ തോന്നുന്നില്ല ഗൈസ്. പെയിൻ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓനെ ഇത് നോക്കി. നമുക്ക് പ്രാർത്ഥിക്കാം ആർക്കും ഇങ്ങനെയൊന്നും വരാണ്ട് നിൽക്കാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. നിർബന്ധമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. ഷെയർ ചെയ്താൽ ഉപകാരം നല്ലതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാം. അതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ എന്തായാലും കമന്റ് ചെയ്യോ. ലൈക്കും സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്താൽ മതി. കമന്റ് എന്തായാലും ചെയ്യുക. എന്തെല്ലാം മാറ്റം വരുത്തേണ്ടതെന്നെല്ലാം ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപകാരമായിരിക്കും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. സബ്സ്ക്രൈബ് ഇഫ് യു ലൈക്ക്. 2 കീഴിൽ പോയാ അങ്ങോട്ട് പോയി ഇതിന്റെ അപ്പുറം പേര്